إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണ്യകനും ഏറെ പൊറുക്കുന്നവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി, മുവഹ്ഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഏറെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അപ്രകാരം ജീവിച്ചു മരിച്ചു പോകുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷ വാർത്ത അത് യഥാർത്ഥത്തിൽ സ്വർഗത്തെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്തയാണ്. വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷവാന്മാരായി തീരുക. വബശ്ശിരിൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ജന്നാത്തിൻ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോൾ മനുഷ്യന് നൽകാവുന്ന സന്തോഷ വാർത്തകളിൽ ഏറ്റവും വലിയ സന്തോഷ വാർത്ത സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്തയാണ്. എന്താണ് അതിനുള്ള കാരണം? മനുഷ്യാത്മാവ് ആഗ്രഹിക്കുന്നത് എന്തെല്ലാമാണോ അതെല്ലാം അവിടെയുണ്ട്. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ നഫ്സുകൾ, നിങ്ങളുടെ ആത്മാക്കൾ കൊതിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്കവിടെ ലഭ്യമാണ്. ഫീഹാ മാ യഷ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അഅ്യുൻ, കണ്ണുകൾക്ക് കുളിർമ നൽകുന്നതും മനസ്സുകൾ കൊതിക്കുന്നതും എന്താണോ അതെല്ലാം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത. മനുഷ്യൻ ആഗ്രഹിക്കുന്നതിൽ, മനുഷ്യാത്മാവ് കൊതിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നല്ല ഭക്ഷണം കഴിക്കണം. മനുഷ്യന്റെ ആഗ്രഹമാണ്, പ്രത്യേകിച്ചും ഫ്രൂട്ട്സുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, ധാരാളം പഴവർഗ്ഗങ്ങളുണ്ട് അവിടെ, അത് മുറിഞ്ഞു പോവുകയോ തടയപ്പെടുകയോ ചെയ്യുകയില്ല. ഫീഹിമാ മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ, എല്ലാ പഴവർഗ്ഗങ്ങളിൽ നിന്നുമുള്ള ഈ രണ്ട് ജോഡികൾ അവിടെ ഉണ്ടായിരിക്കും. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, എല്ലാ തരം പഴവർഗ്ഗങ്ങളും ഫലവർഗ്ഗങ്ങളും, അത് ഫ്രൂട്ട്സ് ആകട്ടെ വെജിറ്റബിൾ ആകട്ടെ, അതാണ് സമറാത്ത്, എല്ലാം അവിടെയുണ്ട്. അങ്ങനെയുള്ള മനസ്സ് കൊതിക്കുന്ന പഴവർഗ്ഗങ്ങളും ഫലവർഗ്ഗങ്ങളുമുള്ള സ്വർഗത്തോപ്പ് ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരുണ്ടാകുമോ? മാത്രമല്ല, മനുഷ്യൻ അതൊക്കെ അധ്വാനിച്ച് കഴിക്കുക എന്നുള്ളത് ശ്രമകരമാണ്. ഒന്ന് പോയി എടുത്ത് തിന്നാൻ പോലും ഒരു പക്ഷേ മനുഷ്യൻ മടി കാണിക്കും. കുഴപ്പമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് എത്തിച്ചു തരാം. ഖുതൂഫുഹാ ദാനിയ, അതിലെ പഴവർഗ്ഗങ്ങൾ നിങ്ങളിലേക്ക് ചേർന്നു നിൽക്കും. വജനൽ ജന്നതൈനി ദാൻ, ആ രണ്ട് സ്വർഗത്തോപ്പുകളിലെ പഴവർഗ്ഗങ്ങൾ താഴ്ന്നു നിൽക്കുന്നതാണ്.
വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീല, അതിൻ്റെ പഴവർഗ്ഗങ്ങൾ അങ്ങേയറ്റം നിങ്ങളിലേക്ക് തദ്ലീലായി താഴ്ന്നു വരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് വളരെ ഈസിയായി അത് പറിച്ചു കഴിക്കാൻ സാധിക്കും. ഇങ്ങനെ ലഭിക്കുന്ന ഒരു സ്വർഗലോകം ഇത് മനുഷ്യൻ്റെ ആത്മാവ് കൊതിക്കുന്നതാണ്. മാത്രമല്ല പഴവർഗ്ഗങ്ങൾ മാത്രം പോരാ മനുഷ്യന്, പിന്നെയോ നല്ല മാംസം വേണം. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷികളുടെ മാംസമുണ്ടവിടെ. ഹദീസുകളിൽ മറ്റു മാംസങ്ങളെക്കുറിച്ചും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ആത്മാവ് കൊതിക്കുന്ന ഏത് പക്ഷിയുടെ മാംസമാണോ വേണ്ടത്, ആ പക്ഷിയുടെ മാംസം നിങ്ങളുടെ അടുക്കലേക്ക് പൊരിച്ചോ അല്ലാതെയോ കൊണ്ടുവന്ന് തരും. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്ന പക്ഷികളുടെ മാംസം അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ അവർക്ക് നൽകും. ഫ്രൂട്ട്സും മാംസവും കഴിച്ചാൽ മാത്രം പോരാ, പിന്നെയോ നല്ല പാനീയങ്ങൾ കൊതിക്കുന്നവനാണ് മനുഷ്യൻ. ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബിൻ വഅൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധമായ വെള്ളത്തിൻ്റെ അരുവിയുണ്ടവിടെ, ശുദ്ധമായ പാലിൻ്റെ അരുവിയുണ്ടവിടെ, ശുദ്ധമായ മദ്യത്തിൻ്റെ അരുവിയുണ്ടവിടെ, ശുദ്ധമായ തേനിൻ്റെ അരുവിയുണ്ടവിടെ. അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കുടിക്കാൻ കിട്ടും. വയുസ്ഖൗന ഫീഹാ കഅസൻ കാന മിസാജുഹാ സൻജബീല ഐനൻ ഫീഹാ തുസമ്മാ സൽസബീല, സൽസബീൽ എന്ന പേരുള്ള അരുവിയിൽ നിന്ന് സഞ്ചബീൽ ചേർത്തിട്ടുള്ള മനോഹരമായ പാനീയം അവർക്കവിടെ കുടിക്കാൻ ലഭിക്കുന്നതാണ്. യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ വമിസാജുഹു മിൻ തസ്നീം, തസ്നീമിൻ്റെ ചേരുവ കൊണ്ട്, കസ്തൂരി കൊണ്ട് മുദ്രവെക്കപ്പെട്ട ഏറ്റവും ശുദ്ധമായ പാനീയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കവിടെ കുടിക്കാൻ കൊടുക്കും. അപ്പോൾ മാംസത്തിനും പഴവർഗ്ഗങ്ങൾക്കും പുറമെ നല്ല നല്ല പാനീയങ്ങളും പാലും തേനും എല്ലാം ലഭിക്കുന്ന സ്വർഗലോകം ആഗ്രഹിക്കാത്ത മനുഷ്യൻ്റെ ആത്മാവുണ്ടോ? മാത്രമല്ല ഇതൊക്കെ പോയി അധ്വാനിച്ച് സംവിധാനിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മധുരത്തെ കുറച്ച് കളയുന്നതാണ്. പിന്നെന്ത് വേണം? സെർവ് ചെയ്യാൻ ആളുകൾ വേണം. ആയിക്കോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ, സ്ഥിരവാസം നൽകപ്പെട്ട ബാലന്മാർ പാനപാത്രങ്ങളും കോപ്പകളും കൂജകളുമായി നിങ്ങൾക്ക് ചുറ്റിലൂടെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅ്ലുഅൻ മൻസൂറാ, സ്ഥിരവാസം നൽകപ്പെട്ട ബാലന്മാർ ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളുമായി നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ നിങ്ങളുടെ ചുറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കും. അവരെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും വാരി വിതറിയ മുത്തുകൾ പോലെയാണ് അവർ എന്ന്. അത്രയും മനോഹരമായ സൗന്ദര്യമുള്ള സെർവൻസുകൾ സ്വർഗലോകത്തുണ്ടാകും. അങ്ങനെയുള്ള സ്വർഗലോകം ആഗ്രഹിക്കാത്തവരാരാണ്? പോരാ, നല്ല നല്ല വസ്ത്രം ധരിച്ചു കൊണ്ടായിരിക്കണം ഞാൻ സ്വർഗത്തിൽ ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിക്കാത്ത, അത് ആഗ്രഹിക്കാത്ത ആളുകൾ ആരാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലിയഹും സിയാബു സുന്ദുസിൻ ഖുദുറുൻ വഇസ്തബറഖ് വഹുല്ലു വസാവിറ മിൻ ഫിദ്ദ, അവിടെ നിങ്ങൾക്ക് നേർത്ത പട്ടുകൊണ്ടും കട്ടിയുള്ള പട്ടുകൊണ്ടുമുള്ള പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളുണ്ടാകും. വഹുല്ലു അസാവിറ മിൻ ഫിദ്ദ, വെള്ളി കൊണ്ടുള്ള സ്വർണ്ണാഭരണ, വെള്ളി കൊണ്ടുള്ള ആഭരണങ്ങൾ, വളകൾ എല്ലാം നിങ്ങൾക്ക് അണിയിക്കപ്പെടും. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅ, മുത്തുകൊണ്ടും സ്വർണം കൊണ്ടുമുള്ള വളകൾ വേറെയുമുണ്ടാകും. വെള്ളി കൊണ്ടുള്ള വളകൾ, സ്വർണം കൊണ്ടുള്ള വളകൾ, മുത്തുകൊണ്ടുള്ള വളകൾ, നല്ല നല്ല വസ്ത്രങ്ങൾ, കട്ടിയുള്ളതും നേരിയതുമായ പട്ടുവസ്ത്രങ്ങൾ, പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ, മനോഹരമായ വസ്ത്രം. എന്നാലും അതുമാത്രം പോരാ, പിന്നെയോ ചാരിയിരുന്നു സുഖിക്കണമോ? സുഖിക്കാം. മുത്തഖീന അലാ ഫുറുഷിൻ ബതായിനുഹാ മിൻ ഇസ്തബറഖ് വജനൽ ജന്നതൈനി ദാൻ, അവർ ചാരിയിരിക്കുന്ന സോഫകളുടെ പ്രത്യേകത ബതായിനുഹാ മിൻ ഇസ്തബറഖ്, നാട്ടിൽ കാണുന്നത് പോലെയല്ല. പുറമെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഉള്ളു പൊള്ളയാണ്, അങ്ങനെയല്ല. ബതായിനുഹാ മിൻ ഇസ്തബറഖ്, അതിൻ്റെ ഉള്ളു പോലും സജ്ജീകരിച്ചത് കട്ടിയുള്ള പട്ടുകൊണ്ടാണ്. അങ്ങനെയുള്ള സോഫകൾ അലാ സുറുറിൻ മൗദൂന മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, സ്വർണ്ണനൂലുകൾ കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ കട്ടിലുകളിൽ അവർ ചാരിയിരിക്കുന്നതാകുന്നു.
മുത്തഖീന അലാ റഫ്റഫിൻ ഖുദ്റിൻ വഅബ്ഖരിയിൻ ഹിസാൻ, പച്ച നിറമുള്ള തലയണകളും അതേപോലെ തന്നെ മനോഹരമായ പരവതാനികളിലും അവർ ചാരിയിരിക്കുന്നതാകുന്നു. ഫീഹാ സുറുറും മർഫൂഅ വഅക്വാബുൻ മൗദൂഅ വനമാരിഖു മസ്ഫൂഫ വസറാബിയ്യു മബ്സൂസ. വിരിക്കപ്പെട്ട വിധാനങ്ങൾ, അടുക്കുകളായി സംവിധാനിക്കപ്പെട്ട തലയണകൾ, അതേപോലെ തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച കോപ്പകൾ, ഉയർന്നു വിധാനിച്ചു നിൽക്കുന്ന വലിയ മുന്തിയ തരം കട്ടിലുകളും ചാരുകസേരകളും. ആ ചാരുകസേരകളിൽ ഇരുന്ന് അവർക്ക് തീർച്ചയായും ആനന്ദിക്കാം, ആഹ്ലാദിക്കാം. നേരത്തെ പറഞ്ഞ പഴവർഗ്ഗങ്ങളും മാംസവും പാനീയങ്ങളുമെല്ലാം അവർക്ക് ആസ്വദിക്കുകയും ചെയ്യാം. അതോടൊപ്പം ഇതെല്ലാമുള്ള അവരുടെ വീടുകൾ എങ്ങനെയായിരിക്കണം? ഉയർന്ന വിധാനമായിരിക്കണം. ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫുൻ മബ്നിയ്യത്തുൻ, ഒന്നിന് ഒരു തട്ടിന് മേലെ മറ്റൊരു തട്ട്, അങ്ങനെ വലിയ വലിയ ഉയർന്ന കെട്ടിടങ്ങളായി വിധാനിക്കപ്പെട്ട കൊട്ടാര സമാനമായ വീടുകളായിരിക്കും അവിടെ. വൈദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽക്കൻ കബീറ, നീ അവിടേക്ക് നോക്കിയാൽ വലിയ ഒരു സാമ്രാജ്യം നിനക്കവിടെ കാണാം. സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗലോകം നിനക്കവിടെ കണ്ടെത്താം. അത്രയും മനോഹരമായ സ്വർഗലോകം. ആ സ്വർഗലോകം നിർമ്മിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? പ്രവാചകൻ പറഞ്ഞു, ലബിനത്തുൻ മിൻ ദഹബ് വലബിനത്തുൻ മിൻ ഫിദ്ദ വമിലാതുഹാ മിസ്കുൽ അദ്ഫർ വഹസബാഉഹാ അല്ലുഉലു വൽയാഖൂത് വതുർബതുഹാ അസ്സഅഫറാൻ. സഅഫറാനിന്റെ കുങ്കുമത്തിന്റെ മണ്ണ്, മുത്തുകളും പവ്യങ്ങളുമാകുന്ന ചരൽക്കല്ലുകൾ, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഇഷ്ടികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട സ്വർഗം, അതിൻ്റെ ചേരുവ പോലും കസ്തൂരിയായിരിക്കും. അങ്ങനെയുള്ള മനോഹരമായ വീട്. ആ വീട്ടിൽ അങ്ങനെ കഴിയുമ്പോൾ ഒരു ഇണയില്ലാതെ എങ്ങനെയാണ് ശരിയാവുകയില്ല? ഇണകൾ വേണം. ലഹും ഫീഹാ അസ്വാജുൻ മുതഹ്ഹറ, പരിശുദ്ധരാക്കപ്പെട്ട ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കവിടെ നൽകും. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ ലറായികി മുത്തഖിഊൻ, അവരും അവരുടെ ഇണകളും ചാരുകസേരകളിൽ ചാരിയിരുന്ന് സുഖിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയുള്ളവരാണവർ? വഹൂറുൻ ഈൻ, നല്ല വെളുത്ത നിറമുള്ളവരും വിശാലമായ നേത്രങ്ങളുള്ളവരും. കഅന്നഹുന്ന ബൈദുൻ മക്നൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇൻദഹും ഖാസിറാത്തുത് തർഫിഈൻ കഅന്നഹുന്ന ബൈദുൻ മക്നൂൻ, ഒളിച്ചു വെക്കപ്പെട്ട പക്ഷിക്കൂടുകളിലെ മുട്ടകൾ പോലെ സൗന്ദര്യമുള്ളവരായിരിക്കും അവർ. വഹൂറുൻ ഈൻ കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ എന്ന് സൂറത്തുൽ വാഖിയയിൽ, ഒളിച്ചു വെക്കപ്പെട്ട മുത്തുകൾ പോലെ സൗന്ദര്യമുള്ള ഉന്നതരായ ഇണകൾ അവർക്കവിടെ ഉണ്ടായിരിക്കും. അവർ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുന്നവരായിരിക്കും. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പരിശുദ്ധരാക്കപ്പെട്ട ഇണകളും അവർക്കവിടെ ഉണ്ടാകും. ഇങ്ങനെ മനോഹരമായ ഇണകൾ, നല്ല വീട്, നല്ല സംവിധാനം, ഭക്ഷണം എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടായാലും മരണം ഉണ്ടാവുമെങ്കിൽ ഇതിൻ്റെ ലളിതത്തെല്ലാം നഷ്ടപ്പെട്ടു പോകും. അവിടെ രോഗമുണ്ടാകുമെങ്കിലോ ഇതിൻ്റെ മധുരമെല്ലാം ആസ്വദിക്കാൻ സാധിക്കാതെ പോകും. വാർദ്ധക്യമുണ്ടാകുമെങ്കിലോ അപ്പോഴും അങ്ങനെ തന്നെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഭയപ്പെടേണ്ടതില്ല. ലാ യബ്ലാ ശബാബുഹും, നിങ്ങളുടെ യുവത്വത്തിന് ഒന്നും സംഭവിക്കില്ല. എല്ലാവർക്കും 33 വയസ്സ്, കുറയുകയുമില്ല കൂടുകയുമില്ല. 33 വയസ്സ്. ലാ യബ്ലാ ശബാബുഹും, അവരുടെ യുവത്വത്തിന് ഒന്നും പറ്റുകയില്ല. രോഗം വരുമോ? ഇല്ല. തീർച്ചയായും ലാ യസ്ഖുമൂൻ, അവർക്ക് സഖം അഥവാ മറലുണ്ടാവുകയില്ല, രോഗമുണ്ടാവുകയില്ല. പോകട്ടെ, മരണമുണ്ടാകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ യദ്ഖുലുഹാ യഖ്ലുദ് ലാ യമൂത്ത്, അവിടെ പ്രവേശിക്കുന്നവൻ എന്നെന്നും നിത്യവാസിയാണ്. ഒരിക്കലും മരണമില്ല. മരണമില്ല, വാർദ്ധക്യമില്ല, രോഗമില്ല. മേൽപ്പറഞ്ഞ സുഖാനുഗ്രഹങ്ങളെല്ലാം. ഇതിനേക്കാൾ വലുത് മനുഷ്യരെ നമുക്കെന്താണ് വേണ്ടത്? ആ സ്വർഗം കൊണ്ടാണ് നമ്മുടെ നാഥൻ നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ആ സ്വർഗത്തിനു വേണ്ടി അധ്വാനിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أيها الإخوان والأخوات، أوصيكم وإياي ثانيا بتقوى الله. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള
ഒട്ടനവധി സുഖാനുഗ്രഹങ്ങളുള്ള സ്വർഗലോകം. ആ സ്വർഗലോകത്ത് ഈ സുഖാനുഗ്രഹങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഈ സുഖങ്ങളൊന്നും ആസ്വദിക്കാൻ കഴിയില്ല. മനുഷ്യർ തമ്മിലുള്ള പരസ്പര വിദ്വേഷം, വെറുപ്പ് ഇതവിടെ ഉണ്ടാകുമോ? പ്രത്യേകിച്ചും സുഖാനുഗ്രഹങ്ങളുള്ളിടത്ത് കലഹം കൂടുതലായിരിക്കും. സുഖാനുഗ്രഹങ്ങൾ കൂടുമ്പോൾ കലഹിക്കും, പ്രത്യേകിച്ചും ഒരുപാട് ദറജകളുള്ള സ്വർഗലോകത്ത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, അവരുടെ ഹൃദയങ്ങളിൽ ഒരു വിഷമവും ഒരു വെറുപ്പും ആർക്കും ആരോടുമില്ല. ലഖ്തിലാഫ ബൈനഹും വലാ തബാഗുദ്, അവർക്കിടയിൽ ഇഖ്തിലാഫുമില്ല, പരസ്പര കോപവുമില്ല. ഖൽബിൻ വാഹിദിൻ, ഒരൊറ്റ ഹൃദയം പോലെ, എല്ലാവർക്കും ഒരൊറ്റ ഹൃദയം, ഒരു പ്രശ്നവും അവിടെയില്ല. ആരും ആരെയെങ്കിലും കുത്തുവാക്കുകൾ പറയുമോ? ഇല്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ, വ്യർത്ഥമായ വാക്കുകളോ വിഡ്ഢിത്തങ്ങളോ കേൾക്കേണ്ടി വരികയില്ല, തോന്നിവാസങ്ങൾ കേൾക്കേണ്ടി വരികയില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, സമാധാനം സമാധാനം എന്ന വാക്കല്ലാത്ത മറ്റൊരു വാക്കും അവിടെ കേൾക്കേണ്ടി വരികയില്ല. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ, സലാമുമുണ്ട്, അമ്നുമുണ്ട്. ഇസ്ലാമും ഈമാനും കൈമുതലായി സ്വീകരിച്ചവനാരോ അവന് സ്വർഗലോകത്ത് സലാമോടുകൂടി അമ്നോടുകൂടി പ്രവേശിക്കാം. തികഞ്ഞ നിർഭയത്വം, തികഞ്ഞ സമാധാനം, ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ലാത്ത അവസ്ഥ. അന്ന് സത്യവിശ്വാസികൾ പറയും, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ, ഞങ്ങളിൽ നിന്ന് ദുഃഖത്തെ ഇല്ലാതെയാക്കിയ നാഥന് സർവസ്തുതിയും. എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെയായി, എല്ലാ സങ്കടങ്ങളും ഇല്ലാതെയായി, എല്ലാ ഭയപ്പാടുകളും ഇല്ലാതെയായി സമാധാനത്തിൻ്റെ സ്വർഗലോകം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, ആ സമാധാനത്തിൻ്റെ വീട്ടിലേക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത്. ദാറുസ്സലാമാണ് സ്വർഗലോകം, സമാധാനത്തിൻ്റെ വീടാണ് സ്വർഗലോകം. ആ സ്വർഗലോകമാണ് നമുക്ക് വേണ്ടത്. ആ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്ന ആളുകൾ ഖിയാമത്ത് നാളിൽ അവരുടെ അവസ്ഥയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതാണ് നാം ആഗ്രഹിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും നേട്ടം. പ്രസന്നവതരായ മുഖത്തോടുകൂടി ഖിയാമത്ത് നാളിൽ വരുന്ന ആളുകളാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞു, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും. എന്താണ് കാരണം? അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ അജയ്യനും ഉന്നതനുമായ രക്ഷിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ മുഖങ്ങൾ പ്രകാശപൂരിതമായിരിക്കും. വുജൂഹുൻ യൗമഇദിൻ മുസ്ഫിറ വാഹിഖത്തുൻ മുസ്തബ്ശിറ, ചിരിച്ചുകൊണ്ട് സന്തോഷവാന്മാരായി പ്രസന്നതയുള്ള മുഖത്തോടുകൂടി അന്ന് ഖിയാമത്ത് നാളിൽ അവർ വരുന്നതാകുന്നു. തഅരിഫു ഫീ വുജൂഹിഹിം നദ്റത്തൻ നഈം, അവരുടെ മുഖങ്ങളിൽ സുഖാനുഗ്രഹത്തിൻ്റെ എല്ലാ അടയാളങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വുജൂഹുൻ യൗമഇദിൻ നാഇമ ലിസഈഹാ റാദിയ, തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തരായിക്കൊണ്ട് അവരുടെ മുഖങ്ങൾ അന്ന് പ്രസന്നമായിരിക്കും. ആ പ്രസന്നതയുള്ള മുഖത്തോടുകൂടി സന്തോഷവാന്മാരായി അള്ളാഹു നൽകുന്ന സകല സുഖാനുഗ്രഹങ്ങളും സന്തോഷ വാർത്തകളും കേട്ട് ആനന്ദത്തോടുകൂടി ഖിയാമത്ത് നാളിൽ നിൽക്കുന്ന ആ നിൽപ്പ്, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതിന് നാം എന്ത് ചെയ്യണം? അള്ളാഹുവിൽ വിശ്വസിക്കണം, വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കണം, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കണം. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിബല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് നേരത്തെ പറയപ്പെട്ട സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗലോകത്ത് അല്ലാഹു സൽക്കാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ ആ ലോകത്തിന് വേണ്ടി മത്സരിക്കട്ടെ. ക്ഷണികമായ ഈ ദുനിയാവിന് വേണ്ടിയല്ല, നശ്വരമായ ഈ ദുനിയാവിന് വേണ്ടിയല്ല മത്സരിക്കേണ്ടത്, അനശ്വരമായ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗലോകത്തിന് വേണ്ടി മത്സരിക്കുക. ഫസ്തബിഖുൽ ഖൈറാത്ത്, പുണ്യങ്ങളിൽ മത്സരിച്ചു മുന്നേറൂ. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകത്തിലേക്ക് ധൃതി വെച്ച് വരിക, മത്സരിച്ചു മുന്നേറുക,
പുണ്യങ്ങളിൽ മത്സരിക്കുക. അങ്ങനെ നന്മയിൽ മുന്നേറിക്കൊണ്ട് ഈ ഒരു വലിയ സ്വർഗ്ഗലോകം നേടിയെടുക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.